കേരളീയർ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു ഒരു കാലഘട്ടം വരെ മലയാള സിനിമയിലുണ്ടായത്. താരാട്ടുപാട്ടും കന്നിക്കൊയ്ത്തുമെല്ലാം അതിനാൽ നല്ല ഇതിവൃത്തങ്ങളായി മാറി. തിരക്കഥകളല്ല, നല്ല ജീവിതം പറഞ്ഞ കഥകൾ. എന്നാൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമയ്ക്ക് ആ പഴയ കഥയൊഴുക്ക് നഷ്ടമായി പോയതായി യുവ തിരക്കഥാകൃത്തും TV അവതാരകയുമായ ദീപ്തി ശൈലജ മലനാട് ന്യൂസിൻ്റെ ദ പബ്ലിക് ന്യൂസ് റിപ്പോർട്ടർ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായിട്ടും ജീവിതത്തെ കുറച്ചെങ്കിലും നമുക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിരിക്കാം, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത വരുന്ന കഥകളായിരിക്കും എപ്പോഴും സ്വീകരിക്കുക. ഇപ്പം വാത്സല്യം പോലത്തെ സിനിമകളൊക്കെ അതൊക്കെ ജീവിതഗന്ധിയായ സിനിമകളാണ്. ഒരു കർഷകൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മളുടെ നെഞ്ചാവ് നൊന്തത്, മമ്മൂട്ടി കരയുമ്പോൾ നമ്മളും കരഞ്ഞു എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതഗന്ധിയായിരുന്നു. പക്ഷേ ട്രെൻഡിന് കുറച്ച് വ്യത്യാസമുണ്ട്. ചെറിയ കഥകൾ, ഒരു ദിവസത്തേത്, 24 മണിക്കൂറത്തെ, 48 മണിക്കൂറത്തെ കഥകളൊക്കെ പെട്ടെന്ന് വന്നു പോകുന്നതാണ്. ആ ഒരു സ്പീഡിനോട് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ ലൈഫ് റിഫ്ലക്റ്റ് ചെയ്യാത്ത കഥകൾ ഇപ്പോഴും ജനങ്ങൾ സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. സിനിമയിൽ ന്യൂ ജനറേഷൻ എന്ന പ്രയോഗമില്ല. അത് വെറും അബദ്ധം പറച്ചിലാണ്. മറിച്ച് എല്ലാ തലമുറയും ഒരുപോലെ സ്വീകരിച്ചാലേ സിനിമയാകൂ. ന്യൂ ജനറേഷൻ എന്ന വാക്കിന് പല പ്രസക്തിയുണ്ട്. അത് ഇങ്ങനെയാണ്, ന്യൂ ട്രെൻഡ്സ്, പുതിയ ട്രെൻഡ്സ് സിനിമയിൽ അവതരിപ്പിക്കുക, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക. നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു ട്രെൻഡിനെയാണ്. പിന്നെ വേണ്ടാത്ത ചീത്ത പറച്ചിലും എന്താ പറയുക, സെക്ഷൽ ഓവർടോണുള്ള ഡയലോഗ്സും അല്ലെങ്കിൽ എന്താ പറയുക വെറുതെ നമ്മൾ ചീപ്പെന്ന് കരുതുന്ന രീതിയിലുള്ള ഡയലോഗ്സും കുത്തി നിറയ്ക്കുമ്പം ആ ഇരിക്കുന്ന കുറച്ച് പേര് കൈയടിച്ചെന്നോ കൂക്കി വിളിച്ചെന്നോ ഇരിക്കും. അതിനെ അപ്രിസിയേഷനായിട്ട് കാണാൻ പറ്റില്ല. ന്യൂ ജനറേഷൻ ഒരു ട്രെൻഡ് മാത്രമാണ്. പക്ഷേ ചീത്ത പറച്ചിൽ ആവർത്തിച്ചുണ്ടാകുന്നത് വാണിജ്യ താല്പര്യമാണ്. ഭരതനും പത്മരാജനും വർണ്ണചിത്രങ്ങൾ ഒരുക്കിയ കാലം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ്. അത് മലയാളിയുടെ സ്വകാര്യതയുമാണ്. ഇനിയും ഉണ്ടാവുമായിരിക്കും. ഭരതൻ സാറിനെ പോലെ, പത്മരാജൻ സാറിനെ പോലെ അതുല്യരായ സംവിധായകർ ഇനിയും ഉണ്ടാവും എന്നാണ്. ഇപ്പം ആഷിഖബുവും അതുപോലെ സമീർ താഹിറും ഒക്കെ തന്നെ കഴിവുള്ളവരാണ്. പക്ഷേ അവർ സിനിമയെ കാണുന്ന രീതി വേറെയാണ്, അവരുടെ പെർസ്പെക്റ്റീവ് വേറെയാണ്, അവരുടെ മനസ്സിലെ സിനിമ വേറെയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇനിയും വരും ഇതുപോലെ തന്നെ. ഭരതൻ സാറൊക്കെ സിനിമ ചെയ്യുന്നത് വരച്ചതിന് ശേഷമാണെന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ വൈശാലിയിലെ ഒരു ഫ്രെയിമിൽ വൈശാലി മജന്ത ബ്ലൗസും മഞ്ഞ ഷോളും ഇട്ട് വരുന്നു എന്നുള്ളത് അതേപടി വരച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തെന്ന്. കൊതി വരും അത് കേൾക്കുമ്പോൾ. ഭരതനും പത്മരാജനും ആവർത്തിക്കപ്പെട്ടേക്കാം. പക്ഷേ വൈശാലി പോലൊരു സിനിമ ഇനി പ്രതീക്ഷിക്കേണ്ടതേയില്ലെന്ന് ദീപ്തി ശൈലജ പറഞ്ഞു. നമുക്കിപ്പോൾ ഇനി ഒരു വൈശാലിയോ ഒരു ഭരതമോ എനിക്കറിയില്ല ഇനി ഉണ്ടാവുമോ എന്ന്. പക്ഷേ അതൊക്കെ ഇങ്ങനെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് വിടാവുന്ന കേസുകളാണ്. അതല്ലാതെ ഇനിയും ഉണ്ടാവും അവരെ പോലെ, ഒരുപക്ഷെ അവരെക്കാൾ നന്നായി സിനിമ ചെയ്യാൻ കഴിവുള്ളവർ. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. ഒരിക്കലും നശിക്കാതിരിക്കട്ടെ. ഇനിയും ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡിൻ്റെ ശ്രേണി വരുമ്പോൾ മലയാള സിനിമയിലേക്ക് മാത്രം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. താൻ തിരക്കഥ എഴുതിയ സെക്കൻഡ് ഇന്നിങ്സ് എന്ന സിനിമ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുമെന്ന് വ്യക്തമാക്കിയ ദീപ്തി സിനിമ നിർമ്മിക്കാനിടയായ സാഹചര്യവും വിശദീകരിച്ച് നൽകി. റാന്നി BRC പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ദീപ്തി. സംഭാഷണ മധ്യേ ദീപ്തി പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികളെ പറ്റിയും അനുസ്മരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഡിസബിലിറ്റി എന്നൊരു വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഡിസബിലിറ്റി എന്ന് പറയുന്നത് ബാഡ് ആറ്റിറ്റ്യൂഡാണ്, മോശമായ മനോഭാവമാണ്. പിന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിവുള്ളൊരു മനസ്സില്ലെങ്കിൽ, നമുക്ക് വിഷമിക്കുന്നവനെ കാണാനുള്ള മനസ്സില്ലെങ്കിൽ, അതാണ് ഏറ്റവും വലിയ കഴിവുകേട്. അതാണ് ഡിസബിലിറ്റി. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം യോഗ്യരാണ്. സ്നേഹിക്കാൻ പറ്റുന്നെങ്കിൽ റജീന, ഇപ്പം നിനക്ക് ഇങ്ങനത്തെ കുട്ടികളെ സ്നേഹിക്കാൻ കഴിയും, നീ യോഗ്യയാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ, മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടാൻ യോഗ്യമാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.